ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധാരാളമായി ഉണ്ടാകട്ടെ. കർത്താവായ ദൈവം ശാശ്വതമായ സഹായത്തിൻ്റെ ഉറവിടമാണ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ എപ്പോഴും നാം മഹത്വപ്പെടുത്തേണ്ടതാണ്. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ, ഇന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കാം. ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കളുടെ എല്ലാ വിഷയങ്ങളെയും സമർപ്പിക്കാം. ഇന്ന് ആശുപത്രിയിലേക്ക് പോകുന്നവരെ സമർപ്പിക്കാം. ഇന്ന് ഡെലിവറിയുള്ള സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ദൂരയാത്രയ്ക്ക് വേണ്ടി പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ ക്ഷമിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മാപ്പ് ചോദിച്ച് ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് നിറയാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ചില തിന്മകൾ നാം അറിയാതെ ചെയ്തു പോയത് ഇപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തി നിൽപ്പുണ്ട്. അതിനാൽ ഇന്ന് ദൈവത്തോട് നാം ആലോചന ചോദിക്കുക. ദൈവമേ, അനുതാപത്തിൻ്റെ ഹൃദയം എനിക്ക് നൽകണമേ. ഞാൻ പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ എന്നെ പഠിപ്പിക്കണമേ. നിന്നെ മാത്രം അനുഗമിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നെല്ലാം നമുക്ക് എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ദൈവത്തോട് ഏറ്റുപറയുക. കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദിവസമാണ്. നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറയുന്ന ദിവസമാണ്. ഇന്ന് നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ തുറക്കാം, നമ്മുടെ മനസ്സിനെ തുറക്കാം. കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കും. അവിടുത്തേക്ക് എല്ലാ സ്തുതികളും അർപ്പിച്ച് അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഇന്നൊരു പുതിയ ശക്തിക്ക് വേണ്ടി, പുതിയ കൃപയ്ക്ക് വേണ്ടി, പുതിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം പറയുകയോ അരുത്. എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത്. നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കുകയുമരുത്. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ അയൽക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുത്. കൂലിക്കാരന് വേതനം നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത്. ചെകിടരെ ശപിക്കുകയോ കുരുടൻ്റെ വഴിയിൽ തടസ്സം വയ്ക്കുകയോ അരുത്. നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുക. ഞാനാണ് കർത്താവ്. അനീതിയായി വിധിക്കരുത്. ദരിദ്രനോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരെ നീതിപൂർവം വിധിക്കണം. ഏഷണി പറഞ്ഞ് നടക്കുകയോ അയൽക്കാരൻ്റെ ജീവനെ അപകടത്തിലാക്കുകയോ അരുത്. ഞാനാണ് കർത്താവ്. സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. അയൽക്കാരനെ ശാസിക്കണം, അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും. ഏറ്റവും സ്നേഹവാനായ ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ ഇന്ന് നീ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകൾ പാലിക്കാൻ കൃപ തരണമേ. എന്തെന്നാൽ നിന്റെ കൽപ്പനയിൽ ജീവൻ നിലനിൽക്കുന്നു. നിന്റെ കൽപ്പനയിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നു. കർത്താവേ, ഇന്ന് നിന്റെ കൽപ്പനയാൽ ഞങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകണമേ. നിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള പലതും പല സമയങ്ങളിൽ ഞങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ നിന്നെ അനുസരിക്കാതിരുന്ന സമയങ്ങളുണ്ട്. കർത്താവേ, ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ മാപ്പ് തരണമേ. ദൈവമേ, ഞങ്ങൾ പല കാര്യങ്ങൾ തെറ്റായി ചിന്തിച്ചു, വിവേചിച്ചു, തെറ്റായി നടപ്പിലാക്കി, തെറ്റായി വിധി പ്രസ്താവിച്ചു. മറ്റുള്ളവർക്ക് അവകാശമായ നന്മയെ, അവകാശമായ വേതനത്തെ, അവകാശമായ
പ്രൊമോഷനെ ഞങ്ങൾ തടഞ്ഞു വെച്ചു. കർത്താവേ, ഇന്ന് ജോലിയില്ലാതെ വേദനിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജോലിയിൽ നിന്ന് അനാവശ്യമായി പിരിച്ചുവിടപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. എത്ര നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടും യാതൊരു പരിഗണനയും നൽകാതെ, പ്രൊമോഷൻ നൽകാതെ, സാലറി പോലും ശരിയായി നൽകാതെ, കർത്താവേ, നിന്റെ സന്നിധിയിൽ തെറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ നിന്റെ കൽപ്പനയിൻ പ്രകാരം മാപ്പ് കൊടുക്കണമേ. കർത്താവേ, നിനക്ക് മാത്രമേ ഞങ്ങളോട് ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നിന്റെ കൽപ്പനകൾ ലംഘിക്കുന്നത് കാരണം അനേകർ ദുരിതത്തിലും കഷ്ടതയിലും ജീവിക്കുന്നു. അനേകർ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും കഴിയുന്നു. അതിനാൽ കർത്താവെ, ഞങ്ങൾ ഇടപഴകുന്ന എല്ലാവരിലും സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച്, ഞങ്ങളിലും സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച്, എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ച്, ദൈവത്തോട് ചേർന്ന് നിന്ന് തീരുമാനങ്ങൾ എടുക്കുവാൻ, ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, മറ്റുള്ളവരുടെ തിന്മകൾ കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങളെ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വേതനം, പ്രൊമോഷൻ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ എല്ലാം നിന്നിൽ ഞങ്ങൾ കാണുന്നു. ഞങ്ങൾക്ക് തിരികെ തരണമേ. നീ ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് ദുഃഖിച്ചിരിക്കുന്ന എല്ലാവർക്കും പുതിയ അവസരങ്ങൾ നൽകി, പുതിയ അനുഗ്രഹം നൽകി നീ അവരെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുവരെയുണ്ടായ നഷ്ടങ്ങളെല്ലാം ലാഭമാകുന്ന ദിവസമാക്കി മാറ്റട്ടെ. കർത്താവ് ഇടപെടുന്ന നിമിഷം ഞങ്ങളുടെ ജീവിതം മാറി മറിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ കർത്താവായ ദൈവമേ, ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ശാപങ്ങളും തിന്മകളും ഇന്ന് ഈ സമയം ഈ പ്രാർത്ഥനയിലൂടെ മാറിപ്പോകട്ടെ. കർത്താവേ, എല്ലാ കാര്യങ്ങളിലും തടസ്സം നേരിട്ടിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തിയാൽ, വിവേചന വരത്താൽ ആ തടസ്സങ്ങളുടെ കാരണം അറിയുവാൻ കൃപ കൊടുക്കണമേ. കർത്താവിൻ്റെ വഴിയിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ ഇന്ന് അനുതാപമുള്ള ഹൃദയത്തോടെ തിരികെ വരാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ, ആവശ്യങ്ങളെ, സാമ്പത്തിക ആവശ്യങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങളും അനുഗ്രഹങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾ എഴുതുന്ന പരീക്ഷയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ, ഞങ്ങളുടെ ജോലിയെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഇടപഴകുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു. ഇന്ന് എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ള ഒരു ദിവസമാക്കി തരണമേ. എല്ലാ മേഖലയിലും സന്തോഷം നിറയ്ക്കണമേ. സംതൃപ്തിയുടെ ദിവസമാക്കി മാറ്റണമേ. ഈ പ്രാർത്ഥനയിലൂടെ കർത്താവേ, നിന്റെ വലിയ ശക്തി അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ കൃപാ കടാക്ഷങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും അനുഭവിക്കേണ്ട നന്മകളെല്ലാം അനുഭവിക്കുന്നതിനും ചെയ്യരുതാത്ത തിന്മകളെ ഉപേക്ഷിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇന്ന് അനുതാപമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകി നിന്റെ അനുഗ്രഹങ്ങളെ ഓരോന്നും സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് കരുണയോടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്ന് നീ എല്ലാം ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് ഇന്നെല്ലാം കൊണ്ടും സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ, ദൈവത്തിൽ ആനന്ദം കൊള്ളാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. അവരോട് കരുണയുണ്ടാകണമേ. അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. അവരുടെ കുറവുകൾ നികത്തണമേ. അവരുടെ ബലഹീനകൾക്ക് മാപ്പ് നൽകണമേ. ഈ പ്രഭാതത്തിൽ നിന്റെ ശക്തിയാൽ അവരെ നിറയ്ക്കണമേ. കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ നിന്റെ അത്ഭുത ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ അയക്കണമേ. വിജയം നൽകി അനുഗ്രഹിക്കണമേ. സമൃദ്ധിയും സമ്പത്തും നൽകി, അഭിവൃദ്ധി നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. നല്ല ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. കുടുംബത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. ബിസിനസ്സിൽ ഉയർച്ച നൽകി അനുഗ്രഹിക്കണമേ. ജോലിയിൽ ഉയർച്ചയുണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, ഞങ്ങൾക്ക് അവകാശപ്പെട്ട എല്ലാ നന്മകളും, പെൻഡിങ്ങായി കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയ നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഈ പ്രാർത്ഥനയിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷിച്ച് നിങ്ങൾക്ക് വിജയം നൽകി കാത്തുകൊള്ളട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.